തിരുവനന്തപുരം മാളിലെ സംഘർഷത്തിൽ പോലീസുകാരനെതിരെയും കേസ് വന്നിരിക്കുന്നു. SFI പ്രവർത്തകരെ മർദ്ദിച്ചെന്ന പരാതിയിൽ AR ക്യാമ്പിലെ CPO ആയ മിഥുൻ റോയ്ക്കെതിരെയാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തത്. മിഥുന പരാതിയിൽ 4 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, ട്രാവൻകൂർ മാളിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. യുവാക്കളും ഈ CPOയും തമ്മിൽ ഇതിനു മുമ്പുണ്ടായ മറ്റൊരു തർക്കത്തിന്റെ ഒരു ബാക്കി പത്രമായിരുന്നു മാളിൽ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ CPOയ്ക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ് പോലീസ്. എന്താണ് യുവാക്കളുടെ പരാതി, എന്താണ് CPOയുടെ പരാതി? ആര്യ, ഇന്ന് ഉച്ചയ്ക്കായിരുന്നു മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ചാണ് നിലവിൽ AR ക്യാമ്പിൽ ജോലി ചെയ്യുന്ന CPO മിഥുനെതിരെ ആക്രമണമുണ്ടായത്. മിഥുൻ തിരിച്ചും ഈ യുവാക്കളെ ആക്രമിച്ചു. അതിൽ ചിലർ SFI പ്രവർത്തകരാണ് എന്നാണ് മിഥുന്റെ പരാതി. ഇതിൽ യുവാക്കൾ നൽകിയ പരാതി മിഥുൻ ഇടിവള ഉപയോഗിച്ച് ഇടിച്ചു എന്നാണ്. അതിൽ ഒരാൾക്ക് പരിക്കേറ്റു എന്ന പരാതി. അങ്ങനെ ഈ പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വഞ്ചിയൂർ പോലീസാണ് നിലവിൽ AR ക്യാമ്പിലെ CP ആയിട്ടുള്ള മിഥുൻ റോയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. 2 കൂട്ടർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 2 കൂട്ടരെയും നിലവിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1.5 മാസങ്ങൾക്ക് മുൻപ്, അതായത് പുതുവത്സര ദിനത്തിൽ രാത്രിയിൽ ശംഖുമുഖം ബീച്ചിൽ വെച്ച് നടന്ന DJ പാർട്ടി സമയപരിധി കഴിഞ്ഞിട്ടും അവസാനിപ്പിച്ചില്ല. അത് യുവാക്കൾ തുടർന്നിരുന്നു. അന്ന് SFI പ്രവർത്തകരായ ചില ആളുകളെ അകാരണമായി പോലീസ് സംഘം മർദ്ദിച്ചിരുന്നു. അന്ന് ഈ മർദ്ദിക്കാനുണ്ടായ പോലീസ് സംഘത്തിലെ പ്രധാനി മിഥുനായിരുന്നു. മിഥുൻ അകാരണമായി SFI പ്രവർത്തകരെ തിരഞ്ഞു പിടിച്ച് ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നു എന്ന ആരോപണം വലിയ രീതിയിലുണ്ടായിരുന്നു. ഇതിന്റെ പ്രതികാരം എന്ന രീതിയിലായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഒരു സുഹൃത്തുമായി നിലവിൽ മാൾ ഓഫ് ട്രാവൻകൂറിലെത്തിയ മിഥുൻ റോയ്ക്കെതിരെ ആക്രമണം ഉണ്ടായത്. മിഥുൻ റോയ് തിരിച്ചും ആക്രമിച്ചു. അങ്ങനെ 2 കൂട്ടരുടെയും പരാതിയിൽ നിലവിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ സേനയിൽ ഇപ്പോൾ വലിയ വിമർശനമുണ്ട് ഈ മിഥുൻ റോയ്ക്കെതിരെ ഉള്ള പരാതിയിൽ കേസെടുത്തത്. പക്ഷേ മിഥുൻ റോയ് ഇന്ന് ഡ്യൂട്ടിയിലല്ലായിരുന്നു, അവധിയായിരുന്നു. മെഡിക്കൽ അവധി എടുത്ത ശേഷമായിരുന്നു ഇന്ന് മാൾ ഓഫ് ട്രാവൻകൂറിലെത്തിയത്. അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ അവധിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എങ്ങനെ മാളിൽ എത്തി എന്ന രീതിയിലുള്ള അന്വേഷണം പോലീസിന്റെ രഹസ്യ വിഭാഗം, അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് ആ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. എന്താണെങ്കിലും ഇതിപ്പോൾ കഴിഞ്ഞ 1.5 മാസങ്ങൾക്ക് മുൻപായി ഉണ്ടായ ഒരു ആക്രമണത്തിന്റെ അല്ലെങ്കിൽ ഒരു തർക്കത്തിന്റെ സംഘർഷത്തിന്റെ ബാക്കി പത്രം എന്ന രീതിയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മാൾ ഓഫ് ട്രാവൻകൂറിൽ ഉണ്ടായ സംഭവം. ആര്യ, ശരി, മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ സംഘർഷവും തർക്കവും ഒക്കെ പോലീസുകാരനും കുരുക്കായിരിക്കുകയാണ്.